പാർട്ടി തീരുമാനം എടുത്തിരിക്കുന്നത്. എന്റെ കത്തെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. സെക്രട്ടറി കത്തിന്ന് കൊടുക്കും. നമ്മൾ അവരെയും കൂടെ വിളിച്ചിട്ടുണ്ട് ഇവിടെ. ഇത് സർക്കാരിന്റെ പദ്ധതിയല്ലേ? ഇത് സർക്കാരിന്റെ ക്ലീൻ കേരള എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ പ്ലാസ്റ്റിക് മുഴുവൻ കൊണ്ടുവന്ന ക്ലീൻ കേരളക്കാരാണ് കൊണ്ടുപോകുന്നത്. അതുപോലത്തെ ഒരു ഇത് തന്നെയാണിത്. കോട്ടയം ജില്ലയുടെയാണ്. ജില്ലയുടെ എല്ലാ പഞ്ചായത്തും ഇല്ല, കോട്ടയം ജില്ലയുടെ മൊത്തം അല്ല, കോട്ടയം ജില്ലയുടെ ചില പഞ്ചായത്തുകൾ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൈതപ്പാലത്ത് NSSന്റെ കരയോഗ കെട്ടിടത്തിൻ്റെ മുന്നിലാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് യൂണിറ്റിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മുടെ ഗ്രീൻ കേരള മിഷൻ്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടുവന്ന് അത് പ്രസ് ചെയ്ത് അങ്ങനെ ഇവിടുന്ന് പല സ്ഥലത്തേക്കും മറ്റുള്ള ആവശ്യത്തിന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ നാട്ടുകാർക്ക് ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടതാണ്. അപ്പോൾ അവരെല്ലാം കൂടെ ഇവിടെ ഇന്ന് നാട്ടുകാരെല്ലാം കൂടെ ഇവിടെ വരുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ തീരുമാനം പ്രകാരം പഞ്ചായത്തിലെ മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരുമായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. അല്ല കേട്ടപ്പോൾ എല്ലാ ദിവസവും വരുന്നതാണ്. ആരും അന്വേഷിച്ചുമില്ല, പറഞ്ഞുമില്ല. അതുപോലെ നമ്മൾ നോക്കണ്ടായിരിക്കും. ഇന്നൊരു നല്ല സംശയം ചോദിക്കാം. എന്തൊക്കെ അധികാരത്തിലിരിക്കുന്ന സാധനം വേണമെന്ന് അറിയാവുന്നത് അതല്ല എനിക്ക് ശരിയാറുള്ളത്. എല്ലാം പ്രായമുള്ള വണ്ടിയിൽ ഇറങ്ങാൻ വരാതിരിക്കും. ശ്വാസം മുട്ടല്. ഈ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് ഒറ്റയ്ക്ക്. ഈ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമുള്ളവർ. ഇത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ തന്നെയായിരുന്നു തീരുമാനം. പണി നിർത്തി അല്ല സെക്രട്ടറി ഒന്ന് നിർത്തി വെപ്പിച്ചല്ലേ പണി? നിയമവശത്തോടെ ചെയ്യാനായിട്ട് അതിന്റെ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ചെയ്യാനായിട്ടുള്ള അങ്ങനെയാണ് തീരുമാനം വന്നത്. തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റേ ഇറങ്ങാൻ പറ്റുമോ? അതിന്റെ കത്തെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അവര്. സെക്രട്ടറി ഇല്ലാഞ്ഞുകൊണ്ടുണ്ടോ? അല്ലേ നമുക്ക് ഇതൊരു ഓഡിറ്റോറിയം അല്ലേ? ഓഡിറ്റോറിയത്തിന് ലൈസൻസ് ഉണ്ടോ പഞ്ചായത്തിൽ? ഓഡിറ്റോറിയത്തിൽ കാണുമായിരിക്കുമല്ലോ, എനിക്കത് കറക്റ്റ്. പക്ഷെ ഓഡിറ്റോറിയം നമുക്ക് ഇങ്ങനെയുള്ള പദ്ധതി ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അറിയത്തില്ല. ഓഡിറ്റോറിയത്തിനോട് തിരക്കണം, അതിന് ലൈസൻസ് ഉള്ളതാണോ. NSSന്റെ ഒരു കരയോഗമന്ദിരല്ലേ ഇത്? കരയോഗമന്ദിരം. അത് മെമ്പർ ഇതിനെ പറ്റി തിരക്കായിരുന്നോ? അല്ല സാധാരണ നമ്മളൊരു ഓഡിറ്റോറിയം അല്ലേ ഇത്? അല്ല വാടകയ്ക്ക് കൊടുക്കാം. പക്ഷെ അത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വാടകയ്ക്ക് എടുക്കുന്നത്. അപ്പൊ ക്ലീൻ കേരള എന്ന് പറയുമ്പോൾ അവർക്ക് എഗ്രിമെന്റ് വെക്കാതെ ഇവർ ചെയ്യാൻ പറ്റുമോ? എഗ്രിമെന്റ് വെക്കണം. വാടകയ്ക്ക് എടുക്കുമ്പോൾ എഗ്രിമെന്റ് ഇവർക്ക് അറിയാമല്ലെന്ന് പറയുന്നതിനകത്ത് പഞ്ചായത്ത് ഒന്നും ആർക്കും അറിയാമെന്ന് പറയുന്നതിനകത്ത് അല്ല. NSSന്റെ കരയോഗമന്ദിരക്കാരാകുമ്പോൾ അവർക്ക് എഗ്രിമെന്റ് വെച്ചിട്ടല്ലേ ഇത് തുടങ്ങുള്ളൂ. ഏതെങ്കിലും അല്ല അവരുമായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പഞ്ചായത്തിൽ അറിയിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന കമ്പനിയാന്ന് ഇവർക്ക് അറിയാമല്ലോ തുടങ്ങുന്നത്. ക്ലീൻ കേരളക്കാരാന്ന് അറിയാമല്ലോ. ഇവർക്കറിയാം. NSSന് അറിയാൻ പറ്റും. അപ്പൊ അതിന് അവർക്ക് അറിയാൻ മേലാത്ത അഴുകി വരത്തില്ലല്ലോ. അങ്ങനെയാണ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് വേറെ എവിടോട്ട് കൊണ്ടുപോകും. ഡംപ് ചെയ്ത് ഇവർ പ്രസ് ചെയ്യുന്നു. പ്രസ് ഇവർ പൊടിക്കോ ഒന്നുമല്ല, കത്തിക്കോ അങ്ങനെയുള്ള പണിയല്ല ചെയ്യുന്നത്. ക്ലീൻ കേരള എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള പഞ്ചായത്തുകളുടെ മൊത്തം പ്ലാസ്റ്റിക് കൊണ്ടുവന്ന ക്ലീൻ കേരള കമ്പനിയാണ്. സർക്കാരിൻ്റെ ഒരു സ്ഥാപനം തന്നെയാണ്. അപ്പോൾ അതുപോലെ ഒരു ഇതാണ് ഇവിടെ. അത് ഈ പൊടിക്കുന്നില്ലെന്നേ. അത് പൊടിക്കത്തില്ല. അത് പ്രസ് ചെയ്ത് വെക്കുന്നത് മെമ്പറോട് ചോദിച്ചാലും അറിയാലും പൊടിക്കത്തില്ല. പ്രസ് ചെയ്തിട്ട് ഇവരൊരു വെയിലിംഗ് മെഷീൻ എന്ന് പറയും. ആ മെഷീനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അതിപ്പോൾ ഒരു 5000 കിലോയുടെ വരുന്നത് ഈ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് വെച്ചാൽ 2000 പോലും തോന്നിക്കുകയില്ലാത്ത രീതിയിൽ പ്രസ് ചെയ്ത് അടുക്കി വെക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ കൊണ്ടിടാൻ പറഞ്ഞപ്പോൾ ഇവിടെ മനുഷ്യർ താമസിക്കുന്നതൊക്കെ അറിയത്തില്ലേ അവർക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ? ഇപ്പം നമ്മളിപ്പോൾ എന്നാന്ന് അതിൻ്റെ ഇവിടെ
ശരി. അല്ല സംഭവം ശരിയാ, പക്ഷെ അവരെ അല്ല വിനോദ് ഇന്നലെ ചാനലിനകത്ത് പറഞ്ഞ പൊടിക്കുന്നതല്ല പൊടി അല്ല പൊടി എന്ന് പറഞ്ഞാൽ ഈ പൊടി അവരെ കിണറ്റിന്റെ അവിടെ വരുന്നുണ്ട്. ഈ പ്രസ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വരുമായിരിക്കും. ഇല്ലെന്ന് നമുക്ക് അതിനെ കറക്റ്റ് അറിയത്തില്ല. ഉണങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിക് പൊടിയും ഫ്രഷ് നമ്മളിപ്പോ കാലുകൊണ്ട് ചവിട്ടിയാൽ പോലും ഉണങ്ങി അപ്പൊ ഞാനത് പൊടി വരാൻ വ്യക്തമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ കിണറ്റിന്റെ അകത്തുനിന്ന് അവരെടുത്തതിന്റെ ഇതുണ്ട് കാണിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക്കിന്റേത് അത് കാണിക്കുന്നുണ്ട്. അന്നേരം എപ്പോഴും 24 മണിക്കൂറും പറമ്പിൽ നടക്കുന്ന ഒരു ആന്റി എപ്പോഴും കാര്യത്തിക്ക് ചെറിയൊരു മാറ്റം വന്നാലും ഞാൻ പുറകിലോട്ട് അത് ഇറക്കമില്ല ഇപ്പൊ. പിന്നെ അപ്പത്തേന് പുള്ളിക്കാരത്തി ശരിക്കും നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കയറ്റാൻ അത്രയും അറിയത്തില്ല. അപ്പം ചെറിയൊരു മാറ്റം വന്നാൽ പുള്ളിക്കാരത്തിക്ക് നല്ലപോലെ അറിയാമോ, നമുക്ക് അത്രയും മനസ്സിലാവില്ല. പക്ഷെ കൊതുകിൻ്റെ ഭയങ്കര ശല്യമായിരുന്നു ഇവിടെ ഈ വെള്ളം കെട്ടി കിടന്നിട്ട്. ഇല്ല അവര് വെള്ളക്കെട്ട് മാറ്റി, അവിടെ നിന്ന് ഒരു വെള്ളക്കെട്ടായിരുന്നു അത് മാറ്റിയത്. എങ്ങനെ വെള്ളം വന്നവിടെ തന്നെയല്ല ഇവിടെ ഗ്രീൻകാർലാട് ആ പുള്ളി അന്നാണ് അവിടെ വരുന്നത്. അന്നാ ഞാൻ ആ മനുഷ്യനെ കാണുന്ന പോലും, ഒരു ചെറുപ്പക്കാരനാ. അന്ന് നമ്മുടെ കമ്മിറ്റിയുടെ അന്ന് ഈ മിനിഞ്ഞാന്ന് വന്ന് കാണുന്നത്. അന്നാ കാണുന്നത് ഈ പുള്ളി ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന്. അന്നേരം പറഞ്ഞു ഞങ്ങൾ ഇവിടെ നടത്തുന്ന ആളാന്ന് പറഞ്ഞ് കയറി വന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്നത്. ഞാൻ അതിന് പുള്ളിയെ കണ്ടിട്ടില്ല, ഇവരെ തുടങ്ങുന്നവരെ നമുക്കറിയത്തില്ല. രണ്ടാമത് പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട ആൾക്കാരെ പഞ്ചായത്ത് മാടുവൻ ഇതുപോലൊരു പദ്ധതി വന്നിട്ട് നമുക്ക് പഞ്ചായത്തിൽ അറിയിക്കാതെ ഇത് ചെയ്യാന്ന് ഏറ്റവും വലിയ കുറ്റമല്ലേ. അതിനൊക്കെ ശോഭമ്മ കൊടുക്കാൻ പറഞ്ഞാൽ ഇന്നത്തെ കമ്മിറ്റിക്കകത്ത് അതിലടക്കം പറയുക ശോഭമ്മ കൊടുക്കാൻ പറ്റത്തില്ല. ഒരു മരം വെട്ടിയിട്ട് ഒരു അതിർതർക്കം വന്നാൽ അവിടെ കയ്യാലെ നിർത്തി വെക്കാൻ നമ്മൾ ശോഭമ്മ കൊടുക്കും. സെക്രട്ടറി നിർത്തി വെച്ചിട്ടും പിന്നെ ഒരു പണിയുന്നുണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ വിനോദം? സർക്കാരിന്റെ പദ്ധതി സർക്കാരിലെ ഉദ്യോഗസ്ഥരാരും അറിഞ്ഞിട്ടില്ല. അതൊക്കെ പറയുന്നത് ഭരണസമിതി ലോക്കൽ ഗവൺമെന്റിന്റെ പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല. അതെ അതെ അതൊക്കെ ആരും പറയുന്നു. അല്ല ഈ ചുറ്റുവട്ടത്തുള്ള ആർക്കും അറിയത്തില്ലെന്ന് ഈ സംഭവം ഇങ്ങനെ ഒരു പരിപാടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അറിഞ്ഞു, മെമ്പർ പോലും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഓർമ്മയ്ക്ക് ഫ്രണ്ട് വശം കണ്ട ഇതുപോലെ അറിയൂ. പറഞ്ഞിട്ട് പോയി ഇന്ന് നിങ്ങൾ ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി വളരെ ശക്തമായിട്ട് പറഞ്ഞു ഇന്നൊരു തീരുമാനം ഉണ്ടാകാതെ പ്രവർത്തനം തുടങ്ങരുതെന്ന് പറയുമ്പോൾ പ്രസിഡന്റിനും ഭരണസമിതിക്ക് ഇത് വളരെ അത്യാവശ്യമായ കാര്യമായി മാറിയിരിക്കുക. ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നാ പറയുന്നത്. അങ്ങനെയാണ് വിളിച്ചുകൊണ്ട് അവരവരെ വാഴോട്ട് പോകും. ഇന്നലെ നമ്മൾ സംസാരിക്കേണ്ട ഇന്നലെ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോഴും പ്രവർത്തനം നടക്കാന്ന് പറയാലോ. അങ്ങോട്ട് നോക്കി നടക്കുന്നത് ഇന്നലെ ശക്തമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ വീണ്ടും രാഷ്ട്രീയം കലർത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. നമ്മൾ അവിടെ കൊണ്ടുവരുന്ന സാധനം നമ്മൾ കൊണ്ടുവരുന്ന ബിരിയാണി കൊണ്ടുവരുന്ന ഷൂട്ട് ചെയ്യുന്നു. അവിടുന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഇവിടെ ഷൂട്ട് ചെയ്യുന്നു. അവരത് പ്രസ് ചെയ്ത് മനസ്സിലാക്കി മാറ്റി. പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇതിന്റെ സ്മെല്ല് കണ്ട ഞങ്ങൾക്ക് പറ്റത്തില്ല. ഫോട്ടോ ഇവിടെ ഞങ്ങൾക്ക് നടക്കത്തില്ല. ഇവിടെ എന്നിട്ട് ഒന്ന് നിന്ന് 2 മണിക്കൂർ ഒന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് നോക്കത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ സാധനം വേണ്ട. ഞങ്ങളെ സമരം ശക്തമാക്കാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല. ഇവിടെ സമരം ശക്തമാക്കാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ നമ്മളിന്നലെ പറഞ്ഞത് ഇവിടെ ഒരു തീപ്പൊരി ഉണ്ടായി, ഒരു തീപിടുത്തം ആരും ഉത്തരവാദിത്തം. ഇവിടെ നിലവിൽ ലൈസൻസ് ഉണ്ടോ? ഇവിടെ ഒരു തീപ്പൊരി ഉണ്ടായി, ഒരു തീപിടുത്തം ഉണ്ടാകാം, ആർക്കാരും ഉത്തരവാദിത്തം? ഇവിടെ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളിക്ക് എന്തെങ്കിലും മുൻകരുതലുണ്ടോ? ഇവരുടെ ജീവൻ ആര് പോലെ പറയും? ഞങ്ങളെ സംബന്ധിച്ച് ഒരു മാസ്ക് ഉണ്ടോ ഇവർക്ക്? ഇതൊന്നും ഇവിടെ നടത്തത്തില്ല. ഞങ്ങള് ഈ ഷീറ്റിന് ചൂട് പിടിച്ചാൽ മതി. ഈ ഷീറ്റ് അതുപോലെ ഇവിടെ പാചകം ചെയ്യുന്നു. ഒരു തീപ്പൊരി ഇവിടെ പറഞ്ഞ പോരെ, തീ കത്തി ആര് സമാധാനം കൊടുക്കും?
ഇവിടെ ഫയറിന് എന്തെങ്കിലും മുൻകരുതലുണ്ടോ? ഇത് മെഷ് അടിച്ചിരിക്കുക. ഈ പൊടി ഈ മെഷിന് വെളിയിൽ പോവല്ലേ? അല്ലെങ്കിൽ ഒരു ഭിത്തി കെട്ടി അടച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് പോട്ടെ. ഇത് അടച്ചിട്ടില്ല. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് കൊടുത്തു? എന്ത് മുൻകരുതൽ എടുത്തു? ഞങ്ങൾ ഒരു ബാത്റൂം പണി കാണിക്കുന്നത് 100 ഒരു ലൈസൻസും ഞങ്ങളൊരു പച്ചക്കറിക്കട തുടങ്ങുകയാണെങ്കിൽ എന്തുമാത്രം ലൈസൻസ് വേണം? ഞങ്ങൾ സുമാരി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ലൈസൻസ് തരുന്നത്? മാസം മുമ്പിട്ട പ്ലാസ്റ്റിക്കിനകത്ത് പൂപ്പും പൊടി എന്തെല്ലാം വസ്തുക്കളുണ്ട്. ഇത് ഞങ്ങൾ ശ്വസിക്കും. ഞങ്ങൾ ടാക്സ് കൊടുത്ത് ജീവിക്കുന്നതല്ലേ? ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ശ്വസിക്കത്തുമില്ല. പല നാട്ടിൽ വരുന്ന രോഗാണുക്കൾ മുഴുവൻ കാണും. പിന്നെ ഉള്ള സാംക്രമിക രോഗമൊക്കെ ഞങ്ങൾ എന്തിനാ വഹിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്നൊന്നുമല്ല. ഞങ്ങളുടെ പുതുപ്പള്ളി പഞ്ചായത്തിലുള്ള മാലിന്യം സൂക്ഷിച്ചോടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇത് ലോകത്തുള്ളതൊന്നും ഇവിടെ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ വാർഡ് ഒന്നും പറയണ്ട. അത് വേറെ വാർഡിൽ ഇത് കൊടുത്തോണ്ട് പോവാ. ഞങ്ങളുടെ വാർഡിൽ നടക്കട്ടെ. അല്ലല്ല, ഒരു മിനിറ്റ്. നിയമാനുസൃത അവരെടുക്കേണ്ട മുൻകരുതൽ പൊല്യൂഷന്റെ ഫയറിന്റെ ഒക്കെ എടുത്തൊക്കെ തുടങ്ങട്ടെ. ഇവിടെ ആർക്കാ പ്രശ്നം? പക്ഷെ അത് കിട്ടുമോ? ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ കിട്ടുമോ? ഇത്ര മെഷ് നടത്തി കിടക്കുന്നിടത്ത് കിട്ടും. നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾ ലൈസൻസ് കിട്ടിയിട്ട് തുടങ്ങിക്കോ. ഞങ്ങൾ കോടതിയിലും പൊക്കോളാം. പഞ്ചായത്ത് നിയമം നടപ്പാക്കേണ്ട പഞ്ചായത്ത് ഇത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരെ പറയും. ഞങ്ങൾ നാട്ടിലുള്ള വേറെ ആരെങ്കിലും നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യൂനി. നിങ്ങളെന്ന് ഓർത്തേക്കാം, ഞങ്ങൾ ഒരു വീട് പണിയാൻ വന്നാൽ നിങ്ങൾ ഞങ്ങളുടെ പുറകെയിട്ട് എന്തുമാത്രമായിട്ട് പട്ട് തട്ടുന്ന ആൾക്കാരാണ് നിങ്ങൾ, അല്ലേ? നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അനുകൂല നിലപാട് ഇവിടെ എടുത്തിട്ടുണ്ട്? ഒരു ബാത്റൂം പണിയാൻ വന്നാൽ നിങ്ങൾ 4 മൂലം വന്ന് അളന്ന് നോക്കിയിട്ട് ചകലം കീഴോട്ട് കിടന്നു കഴിഞ്ഞാൽ അതിന്റെ വരെ ടാക്സ് പിടിക്കുന്നവരാ നിങ്ങൾ. നിങ്ങൾ ഈ കാര്യം ഇവിടെ നടത്തുന്നേ. ഞങ്ങൾ ജനകീയ സമരം നിങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയമില്ല. ഞങ്ങൾ സമ്മതിക്കത്തില്ല. നിങ്ങളത് സീൽ ചെയ്തോ? ഞങ്ങളിവിടെ നിരാഹാരം കിടക്കും. ഹലോ, അങ്ങനെ പറയുന്നില്ല. അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് അതിന്റെ ആളാ. എന്താണ് ഇതിനകത്ത് അനുവദിക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള ഘടകം? എന്താണ് ഇതിനകത്ത് കൊടുക്കാനുള്ളത്? ഗവൺമെന്റ് സാധനം ഇത് പെരുമ്പാവൂർക്കാരുടെ വാടക എടുത്തിരിക്കുന്നതല്ലേ? ഇത് കണ്ടോ? ഇവിടെ കിടക്കുന്ന മാലിന്യം കണ്ടായിരുന്നോ? ഇതാണ് ഈ കിടക്കുന്ന സ്ഥലമാണ്. സപ്ലൈ ചെയ്യുന്ന അനുസരിച്ച് അതെ, പെരുമ്പാവൂരുള്ള ഒരാളെ എടുത്ത് അല്ല എവിടെയെങ്കിലും കൊണ്ടുപോയി ചെയ്യട്ടെ. അത് ഞങ്ങളുടെ ഇവർക്കുള്ള ഇവിടെ വെക്കേണ്ട ഫയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളെല്ലാം വെക്കേണ്ട ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യണം. അതനുസരിച്ച് വെക്കുന്ന അനുസരിച്ച് ഇതെല്ലാം അവർ ചെയ്യുള്ളൂ. തുടങ്ങാൻ പറ്റുള്ളായിരുന്നു. ഈ 1.5 മാസം മുമ്പ് ഇവിടെ എവിടെയായിരുന്നു? 1.5 പിന്നെ 5-6 മാസമായി ഇത്. അതിനു മുമ്പ് ഇവിടെ എവിടെയായിരുന്നു? ഇതൊക്കെ ആരും അറിയാതെ ഇങ്ങനെ കൊണ്ട് 2017 തുടങ്ങി ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് എടുക്കാൻ തുടങ്ങിയിട്ട് ഈ 2024 ഡിസംബർ വരെ ഈ ക്ലീൻ കേരള കമ്പനി എവിടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? പുതുപ്പള്ളി പഞ്ചായത്ത് നടക്കൊണ്ടിരി വെക്കണമെന്ന് നിർബന്ധം. നിങ്ങൾ ഇന്ന് മുഴുവൻ ഇവിടെ നിൽക്കുക. എന്നിട്ട് അതിന് ശ്വസിച്ച് നിങ്ങൾ രോഗികളാകട്ടെ. ഇത് സമ്മതിക്കത്തില്ല. നമ്മളിപ്പോ അവിടെ നിൽക്കുന്ന വീടിന്റെ അടുത്താണ് ഇവർ കൊടുക്കുമായിരുന്നു. അത് തന്നെ ആലോചിക്കാൻ ഞങ്ങൾ കൊച്ചു പിള്ളേർ ഏതാ 1500 HP മോട്ടറാണ്.
അല്ലെങ്കിൽ അതിന് മേളിൽ 2000 അത്രയും വർക്ക് ലൈസൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് ഇത് ചെയ്യാറുണ്ടെങ്കിൽ നാട്ടുകാരുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അതുപോലെ മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ തന്നെ ഈ മെഷീന് പകരം ഇതുപോലത്തെ സാധനം കുറേ കൂടെ പൊടി പുറത്തോട്ട് പോകത്തില്ലായിരുന്നു. ഇതിപ്പോൾ അത് വരാത്തതുകൊണ്ട് ഈ പൊടി മുഴുവൻ പുറത്തോട്ടടിക്കില്ല അല്ലേ? വിദ്യാഭ്യാസ വീടില്ല ഞങ്ങൾ തന്നെ സാധാരണക്കാരല്ലേ. അതെ, ഭയങ്കര ആനുകൂല്യമാണ് ചേട്ടാ, ഭയങ്കര ആനുകൂല്യം. ഞങ്ങൾക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായു നശിപ്പിച്ചു കളഞ്ഞു നിങ്ങൾ. ഞാൻ ആ സുമാനസാറിനോടും വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളി വന്ന് നോക്കട്ടെ, ഇതിനു വേണ്ടിയുള്ള സംഘടന എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ജനങ്ങളെ ദ്രോഹിക്കാനാണോ? ഈ പൊടിയോടല്ല ഇത് മുഴുവൻ ഞങ്ങൾ സാറേ ഇപ്പൊ ഇവിടെ ഒരാൾ സംസാരിച്ചത് ഇത് എഗ്രിമെന്റ് വെച്ചിരിക്കുന്ന ഗ്രീൻ കേരളയായിട്ട് ഇതിനു വേണ്ടി തന്നെ ആ വ്യക്തമായിട്ടൊരു എഗ്രിമെന്റ് വെച്ചിട്ടല്ലേ സാർ ഇത് എടുത്തിരിക്കുന്നത്? അത് പ്ലാസ്റ്റിക്കിന്റെ ഗോഡൌൺ ആയി. ഈ കോട്ടയം ജില്ലയിലുള്ള മുഴുവൻ മാലിന്യങ്ങളും ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് അവരുടെ കാര്യമല്ല, നമ്മുടെയാണോ? നമ്മള് ഈ പർപ്പസിന് കൊടുത്തു. അല്ല, ഓഡിറ്റോറിയം ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണോ? നമുക്കൊരു ഓഡിറ്റോറിയം. അതിപ്പം ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ നമ്മള് കല്യാണങ്ങള് കാര്യമായിട്ട് നടക്കാതെ വന്നപ്പം അടുത്ത ഒരു പരിപാടി നോക്കി. അത് പൊല്യൂഷൻ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതോറിറ്റീസ് അത് ബ്ലോക്ക് ചെയ്തോട്ടെ, നമുക്കതിന് വിരോധം. കൊടുക്കുന്നതിന് മുമ്പ് ഈ ഓഡിറ്റോറിയം ആയിട്ട് കടന്നിട്ട് തിരിച്ച് ഇത് കൊടുക്കുമ്പോൾ പഞ്ചായത്തിന് അറിയിച്ച് നമ്മളൊരു കടമുറി ഇതിനോട് അല്ല, ഇതിന് ലൈസൻസോ കാര്യങ്ങളൊക്കെ വേണ്ടതല്ലേ? എല്ലാം ക്ലീൻ കേരള കമ്പനിയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു അഗ്രിമെന്റിലാണ് കൊടുത്തിരിക്കുന്നത്. അവര് അതിന്റെ പ്രോപ്പർ പേപ്പേഴ്സ് എല്ലാം എടുക്കേണ്ടതാണ്. അവരൊന്നും എടുത്തില്ല എന്നുള്ള ഇപ്പൊ പഞ്ചായത്ത് പറയുമ്പോഴാണ് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. പഞ്ചായത്തിലൊന്നും ചെയ്തിട്ടില്ല. ഒരു തീപിടുത്തം ഒരു ഫയർഫോഴ്സ് എഞ്ചിൻ കോട്ടയ്ക്കകത്ത് പാമ്പാടി വരുന്നതിന് മുമ്പ് ഇത് മുഴുവൻ കത്തി പ്ലാസ്റ്റിക് അല്ലേ? നിമിഷം കത്തി തീരുന്നല്ലേ, ഇത് ഞങ്ങൾ ശ്വസിക്കണ്ടേ? ഓഡിറ്റോറിയം കാണുമോ? ശരിയാന്നേ, അതൊക്കെ അതിനുള്ള സേഫ് ഗാർഡ് സംഗതികളെല്ലാം ഇവർ ചെയ്യേണ്ടതാണ്. അവർ ചെയ്യാഞ്ഞത് പ്ലാസ്റ്റിക് ഡീലിംഗ് ഇല്ല. പരിസരവാസികളോട് ചോദിക്കാനുള്ള ഒരു പൊല്യൂഷൻ പ്രശ്നം ഇവിടെ ഉള്ളതായിട്ട് ക്ലീൻ കേരളായിട്ട് സംസാരിച്ചു. ഇവിടെ പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, പൊടി വരുന്നെന്ന് പറയുന്നത്. ഇവിടെ പൊടിക്കുന്ന ഒരു യന്ത്രം ഇല്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നത് നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി അല്ലല്ലോ. നമുക്ക് ഈ കേരളത്തിലെ മൊത്തം ഈ പ്ലാസ്റ്റിക്കുകൾ പുഴയിൽ കൂടെ ഒഴുകിക്കൊണ്ട് കടന്ന സാധനങ്ങളല്ലേ, അതെല്ലാമാണല്ലോ നമ്മൾ ഈ ഹരിതകർമ്മസേനയെ കൊണ്ട് ശേഖരിച്ച് ഇതുപോലെ ബെയിൽ ചെയ്ത് റീസൈക്ലിങ്ങിന് അയക്കുന്നത്. അതൊരു വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇത് മുമ്പോട്ട് പോകുന്നതാണ്. ഇല്ല, ഇത് പറയാം. ഇതിനകത്ത് ഫയറിന്റെ ആണെങ്കിലും പൊല്യൂഷന്റെ ആണെങ്കിലും ഇത് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ളതാണ് വരുന്നത്. നമ്മുടെ ഗവൺമെന്റിന് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അപ്പം ഈ പുതുപ്പള്ളി പഞ്ചായത്തിലെ മുതൽ പ്ലാസ്റ്റിക് നമ്മൾ ഇവിടെ കൊണ്ടുവന്നാണ് ഷെഡ് ചെയ്ത് കൊണ്ടുവന്നത്. ഇത് പൊടിക്കുന്ന ഒരു ഇതാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പറയുന്ന പോലെ ഈ പ്ലാസ്റ്റിക്കിന്റെ മണവും കാര്യങ്ങളൊക്കെ വരും. ഇതിനകത്ത് ടെമ്പറേച്ചർ പഞ്ചായത്തിലെ ലൈസൻസിന് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് ലൈസൻസ് പോടെ, ബാക്കി എന്തെല്ലാം ഫയറും വേണ്ടേ? ഒന്നുമില്ല. നിങ്ങൾ ഈ പൊടി ഇല്ലെന്നുള്ള എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? സാറിന്റെ കണ്ണുകൊണ്ട് കാണുന്ന മാത്രമാണ് പൊടി. ഞാൻ പറഞ്ഞു പൊടിക്കുന്ന യന്ത്രമാണെന്നുള്ള സാർ ഇതല്ല പൊടിക്കുന്ന യന്ത്രം. ഞങ്ങൾ സാറേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എത്ര പൊടികൾ കാണാൻ പറ്റും? നമ്മുടെ ഇവിടെ 2 കിണറുണ്ട്. ആ രണ്ടിലും നോക്കിയാൽ അറിയാം. ഇതിനകത്ത് ഈ 2 കിണറൊന്നും നോക്ക്. ഇതിനകത്ത് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാനത് ഇത് നിങ്ങളോട് പറഞ്ഞെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇത് ഇല്ലീഗലാണ്, അത്രമാത്രം. ഇത് ഇങ്ങനെ ഒരു സംഭവം ഈ റെസിഡൻഷ്യൽ ഏരിയക്കകത്ത് ജനവാസ മേഖലയിൽ മാറ്റി സ്ഥാപിക്കുക, മരണം വരെ നിരാഹാരം. ഇതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല, ഒരു രാഷ്ട്രീയവും ഇല്ല. ഞങ്ങൾ സമ്മതിക്കുക. ഞങ്ങൾ 1.5 കോടി രൂപ മുടക്കി മേടിച്ച വീടുകളും വർഷങ്ങളായിട്ട് താമസിക്കുന്ന രോഗികളായിട്ടുള്ള വീട്ടമ്മമാരല്ല, ഞങ്ങൾ സമ്മതിക്കത്തില്ല. പിന്നെ ആഴ്ച കഴിഞ്ഞവരാ, ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഹരിതകർമ്മസേനക്ക് ഞങ്ങൾ പൈസ കൊടുത്തിട്ടല്ലേ ചെയ്യുന്നത്. ഒരു കാര്യം ചോട്ടെ, ഈ 5 മാസം മുമ്പ് ഇത് എവിടെയായിരുന്നു?
2017 തുടങ്ങിയതല്ലേ ഈ ഹരിതകർമ്മസേന? ഇപ്പൊ ഈ വന്ന ഇവിടെ ഇപ്പൊ എത്ര 4 മാസം അല്ലല്ലേ എത്ര മാസമായി? എത്ര മാസമായി? 3 മാസം വരെ ഈ ഇത് ഭയങ്കര രഹസ്യമായിട്ട് തുടങ്ങിയത് നമ്മൾ അറിഞ്ഞു പോലും ഇല്ല എന്നാ സംഭവം. 3 മാസത്തിന് മുമ്പ് എവിടെയാ സംഭവിച്ചത് പറഞ്ഞേ. പഞ്ചായത്ത് ഈ സ്ഥാപനം പൂട്ടുക, സീൽ വെക്കുക. പഞ്ചായത്ത് ഈ സ്ഥാപനം പൂട്ടുക, സീൽ വെക്കുക. ജനദ്രോഹ നടപടിയിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറുക. അതിനകത്തേക്ക് ഇയാൾ മൂക്ക് പൊത്തുന്നു. എന്നാ വലിയ പ്രശ്നമില്ലോണ്ടോ? ഞാൻ ബൈപ്പാസ് കഴിഞ്ഞു. അത് കാര്യമാക്കണ്ട. ഞാനെപ്പോഴും ഇങ്ങനെ മൂക്ക് പൊത്തിക്കൊണ്ട് നടക്കുന്നു. ഇവിടെ വൈസ് പ്രസിഡന്റ് ഒക്കെ ബൈപ്പാസ് കഴിഞ്ഞ് കിടക്കുക. ബൈപ്പാസ് അല്ല, ബൈപ്പാസ് ആയിരുന്നു നല്ലത്. പഞ്ചായത്തിന് ലൈസൻസ് എടുക്കാൻ തുടങ്ങാമെന്ന് അവര് കാണിച്ചേക്കുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ? നമ്മള് പഞ്ചായത്തിൽ നടക്കുന്ന എംസിഎഫിൽ നടക്കുന്ന അതേ പ്രോസസ് ഇവിടെ നടക്കുന്നു. ആയിക്കോട്ടെ, നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിലെ സ്ഥലം തന്നെ എംസിഎഫിൽ അമ്പലക്കാരവിടെ ബഹളം വെച്ചാൽ അത് അവിടെ നിർത്തി വെച്ചില്ലേ? എന്നാ പിന്നെ എന്തുകൊണ്ട് ആ കെട്ടിടം അവിടെ പണിത് നമ്മളെ എംസിഎഫിൽ ഇങ്ങനത്തെ അത് നമ്മുടെ പഞ്ചായത്തിലെ മാത്രമാണ്. ലാർജ് സ്കെയിൽ വരുമ്പോഴത്തേന് അതിന്റെ മാലിന്യത്തിന്റെ അളവ് കൂടും. ഈ ഗവൺമെന്റിന്റെ സ്ഥലങ്ങൾ എവിടെയെല്ലാം വെറുതെ കിടപ്പുണ്ട്. എന്തുമാത്രം സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്. എന്നാൽ അവിടെ വന്ന് ഈ സംവിധാനം ചെയ്ത് ഉണ്ടാക്കണ്ട. ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് യാതൊരു സുരക്ഷിത കാര്യങ്ങളും ചെയ്യാതെ പൊല്യൂഷന് ഫയറോ തുടങ്ങിയ ആരോഗ്യ പ്രവർത്തനം ഇത് ഒരു ഹെൽത്തിന്റെയോ ഒന്നും എടുക്കാതെ ഒരു ഒളിച്ചും മാത്രം രാത്രിയോ അതേ നില കൊണ്ട് വണ്ടിയെ കൊണ്ട് സാധനം ഇറക്കി എന്തോ ചെയ്യാന്ന് പറയാൻ മനുഷ്യനെ കളിപ്പിക്കുന്നത് ഒരു സ്ഥലങ്ങൾ ഗവൺമെന്റ് കമ്പനി എന്നുള്ള രീതിയിൽ അവർ മറ്റുള്ള കിട്ടുമെന്നുള്ള രീതിയിൽ അത് തുടങ്ങി അല്ലേ? ഗവൺമെന്റ് കമ്പനിയാണ്, ക്ലീൻ കേരള കമ്പനി ഗവൺമെന്റ് ആണ്. അപ്പൊ മറ്റുള്ള ലൈസൻസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് പഞ്ചായത്ത് തീർക്കത്തില്ല, എല്ലാം കിട്ടും, വയ്യ കിട്ടുമെന്നുള്ള രീതിയിൽ അവരങ്ങ് തുടങ്ങി. അതാണ് നാട്ടുകാർ ആദ്യം അതുകൊണ്ടാണ് അല്ല ഈ നടന്നതിനിടയ്ക്ക് ഒരു അപകടം ഉണ്ടായി, ഒരു തീപിടുത്തം ഉണ്ടായി. ആര് സമാധാനം പറയുന്നു? പഞ്ചായത്തിനായിരുന്നു. പഞ്ചായത്തിന് അറിയുന്നതന്നെ, പഞ്ചായത്തിന് അറിയുന്നത് നമ്മൾ അറിയുന്നതന്നെ. ഇവർ അറിയിരിക്കില്ല, ഈ ഉദ്യോഗസ്ഥരല്ലേ പോവും. പഞ്ചായത്തിന് അറിയുന്നതന്നെ, സമാധാനം പറയേണ്ടത് പഞ്ചായത്താണ്. അറിയോ? ഭയങ്കര ചൂടുകാലം വരാൻ പോകും. അല്ല ഇവിടെ പാചകം ചെയ്യാം. ഇവിടുത്തെ തീ പരിപാടികൾ അതുമെല്ലാം പറഞ്ഞ തീ ഒരു അപകടം ഉണ്ടായാൽ അന്ന് പഞ്ചായത്തിന്റെ വളർത്തവരാണ്. ഞങ്ങൾക്ക് ശാശ്വതമായിട്ട് മാറ്റി തരണം. ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ അയ്യോ നാട്ടിൽ അഡ്വാൻസ് വന്നിട്ട് ജീവിക്കാൻ വന്നവരാ. ഞങ്ങൾക്ക് ജീവിക്കണം. ഇവിടെ ഒരു തീ എത്തിയാലും തീ മാത്രമല്ല വരുന്നത്, ഇത് മുഴുവൻ കത്തി വന്നാല് ഇവിടെ ഉള്ളവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നല്ല സാധനമല്ലേ അവസ്ഥ അതോറിറ്റീസ് എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾക്ക് വിരോധമാണ്. ഞങ്ങൾ നാട്ടുകാരെ എതിർത്തോളം കൊടുത്തപ്പോ ഇതൊന്നും ഓർക്കണ്ടായിരുന്നോ? കൊടുത്തപ്പോൾ അല്ല, പൊല്യൂഷൻ സീറോ പൊല്യൂഷൻ എന്ന് പറഞ്ഞാണ് ഇവർ തുടങ്ങിയത്. ഇത് പ്ലാസ്റ്റിക് എന്നാണ് പറയുന്നത്. ചൂടാക്കുകയോ കഴുകുകയോ എന്തെങ്കിലും ചെയ്താൽ ശരിയാണ്, പൊല്യൂഷൻ ഉണ്ട്. അതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അതിന് പെർമിറ്റ് ചെയ്യുന്നത്. ഒരാഴ്ച മുമ്പ് ഞങ്ങൾ ഇത് പറയുന്നതിന് മുമ്പ് ഇവിടെ അങ്ങനെ ഉറങ്ങിയിട്ടില്ല. നാട്ടുകാരെ എതിർപ്പോട് നടത്താറൊക്കത്തില്ല. നാട്ടുകാരോട് നിരന്തരം സത്യാഗ്രഹം അവരിരുന്ന് അവിടെ നടക്കത്തില്ല. പിന്നെ പോലീസും പട്ടാളവും മറ്റുള്ള രീതിയിലേക്ക് മാറും. നാട്ടുകാരെ എതിർത്ത ഒരു സംഗതി ഞങ്ങളിവിടെ ചെയ്യാൻ അവർക്ക് ഉദ്ദേശിക്കുന്നത് പിന്നെ ക്ലീൻ കേരള കമ്പനി അതിന്റെ പ്രോപ്പറായിട്ടുള്ള എല്ലാ സംഗതിയും ചെയ്താൽ പഞ്ചായത്ത് അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. അത് മാത്രം.
പഞ്ചായത്ത് അനുവദിക്കണ്ട, നടക്കുകയില്ല. റെസിഡൻഷ്യൽ ഏരിയ ഇവിടെ പറ്റിയില്ല, നടക്കില്ല. ഒരു പെർമിഷൻ എടുത്തോണ്ടും വരണം. ക്ലീൻ കേരള കമ്പനി എല്ലാവിധ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയാലും നാട്ടുകാർ അതായത് ഇത് ലൈസൻസ് കിട്ടുമോ അല്ല പഞ്ചായത്ത് ലൈസൻസ് കിട്ടുമോ അല്ല ബെഷ് അടിക്കുമോ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ സമ്മതം അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു പരിധിവരെ ഞങ്ങള് വഴി അങ്ങ് ബ്ലോക്ക് ചെയ്യും, ഇങ്ങോട്ടൊന്നും കയറ്റിക്കത്തില്ല. ഈ കുഞ്ഞുവരൊന്നും ഞങ്ങൾ ഇതിനായിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. ഈ വീട്ടുകാരെ മുഴുവൻ ഈ കുഞ്ഞുവനെ അറിയാവുന്ന നിൽക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങള് അതുകൊണ്ട് ലോറി ഇനി ഇങ്ങോട്ട് കയറ്റിക്കത്തില്ല. ഇതിപ്പോ പഞ്ചായത്ത് ഏജൻസിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം ഈ സാധനം എത്രയും വേഗം ഇവിടുന്ന് മാറ്റുകയും ചെയ്യണം. വെക്കാൻ ഒക്കത്തില്ല, ഇനി അത് പ്രവർത്തിക്കാനും പറ്റത്തില്ല. നാട്ടുകാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് അനുവദിക്കണം. പിന്നെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ വല്ല പൊതുയോഗത്തിൽ ഇതൊക്കെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്ത് പറയുന്ന സംഗതി ഞങ്ങൾക്ക് അനുസരിക്കാതെ പറ്റുകയില്ല, അത് അനുസരിക്കുകയും ചെയ്യും. പിന്നെ ഇതിന് മറുവശങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ പ്ലാസ്റ്റിക് ഒക്കെ എവിടെയെങ്കിലും നാട്ടുകാരെ ഇവിടെ വെച്ച് നോക്കും. നമുക്ക് ഇവിടെ ഈ ചെയ്യണമെന്നല്ലോ, നമുക്ക് ഇതൊന്നും സംസ്കരിക്കണം. എന്നാ ചെയ്യും? പ്ലാസ്റ്റിക് കേരളത്തിൽ ഈ സാധനം പല രാജ്യം, ഞാൻ വേറൊരു രാജ്യത്തുള്ളത്, അവിടെ പ്ലാസ്റ്റിക് പൊരിയായിട്ട് അതൊക്കെ ഇവരോട് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്ലാസ്റ്റിക് സെൻട്രൽ ഗവൺമെന്റ് മറാട് പഞ്ചായത്ത് താഴെ പറ്റും. കണ്ടോ ഇതുമാത്രം ചില കിടക്കുന്നത് അവിടെ സ്ഥലമുണ്ട്. അങ്ങനെയുള്ളിടത്ത് ഗവൺമെന്റ് സ്ഥലം തന്നെ കാരണം ജനങ്ങൾ തിക്കി പാർക്കുന്ന സ്ഥലമാണ്. കാരണം മെയിൻ റോഡ്, മൃഗാശുപത്രി, ആൾക്കാർ, ചുറ്റുപാട് ആൾക്കാർ, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ വിഷങ്ങളാണ് എല്ലാത്തോടും. ശ്വാസകോശത്തിൽ കൂടെ വിഷം കൂടെ കേട്ടോ. അതുകൊണ്ട് ഇതിന് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. മറ്റേ ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് വണ്ടി കയറ്റിക്കത്തില്ല. എന്റെ വീട്ടിലോട്ടും വണ്ടി വരാനൊക്കത്തില്ല, വേണ്ട. അങ്ങനെ വെക്കും. പഞ്ചായത്തോട്ട് അങ്ങനെ ഏറ്റുമുട്ടുന്നില്ല. ഇതുവരെ സ്നേഹത്തിലാണ് എല്ലാ കാര്യങ്ങളും. അല്ല, ഇതിപ്പോ പറഞ്ഞ രീതിയിൽ പോകുമ്പോൾ അത് വരുമല്ലോ, അത് വരുമല്ലോ. പഞ്ചായത്ത് പറഞ്ഞ അനുസരിക്കാൻ വരുമ്പോഴത്തേനും പിന്നെ ഒരു ഏറ്റുമുട്ടലായില്ല. വേണ്ട വേണ്ട, ആരും ഏറ്റുമുട്ടൽ വേണ്ടിയല്ല. പിന്നെ ഞങ്ങളെ കൺവിൻസ് ചെയ്തത് ഇത് ക്ലീൻ ചെയ്ത പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടുവന്ന് ബണ്ടിലിംഗ് മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പം പിന്നെ സീറോ പൊല്യൂഷൻ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ധാരണയും ഞങ്ങളോട് പറഞ്ഞ ആൾക്കാരുടെയും ധാരണ. സീറോ പൊല്യൂഷൻ കൊണ്ട് പൊല്യൂഷൻ ഇല്ല. കാരണം ഏത് സാധനം പ്രോസസ് ചെയ്യുന്ന സമയത്ത് 10 to 25% പൊല്യൂഷൻ ഉണ്ടാവും. ഇവിടെ അതും പ്രകാരം നിങ്ങൾ ഒത്തൊരുമയോടെ നാട്ടുകാരെയും വിളിച്ച് എല്ലാവരെയും വിളിച്ചിട്ട് പരിഹാരത്തിനുള്ള കാര്യം പറയുക. തർക്കം കൊണ്ട് കൊച്ചി ഉണ്ടായി, വെള്ളത്തിച്ചാല ഉണ്ടായി, പല മാലിന്യ പ്രശ്നങ്ങളുണ്ടായി. ഇതിലൊക്കെ വലിയ മാലിന്യ പ്രശ്നം അതറിയാവുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാരിന്റെ പുതുപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്നത് നിങ്ങൾ പഞ്ചായത്തിന്റെ അതിൽ നിങ്ങൾ സ്ക്രീൻ ചെയ്ത് ആക്കാനുള്ള കേസ് എടുക്കില്ല. അവർക്കുള്ള ബുദ്ധിമുട്ടും നമ്മുടെ ബുദ്ധിമുട്ടും എല്ലാം അറിഞ്ഞിരുത്തി എല്ലാവരും കൂടുക. ജനപ്രതിനിധികളെല്ലാം ഉണ്ടല്ലോ ചെയ്യും. ഇതാണ് നമ്മൾ അതല്ലേ എന്റെ അല്ലേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് കാര്യമില്ല. കാര്യത്തിന് നമുക്കൊരു തീരുമാനത്തിലെത്തുക. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ശ്വാസം മുട്ടലില്ല. അന്നേരം ഓർത്ത് നോക്കിയത് തന്നെ ആലോചിച്ചു. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി സമീപവാസികളെ എല്ലാവരും പഞ്ചായത്ത് ഓഫീസിലേക്ക് പഞ്ചായത്ത് ഭരണസമിതി ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ചർച്ച ചെയ്ത് ഈ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ച് എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി.